ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 6. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം തുടങ്ങി. 3.75 കോടിയിലധികം വോട്ടർമാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് രാവിലെ ആരംഭിച്ചു. ആകെയുള്ള 243 മണ്ഡലങ്ങളിൽ 121 എണ്ണത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണിവരെ തുടരും. ഗ്രാമപ്രദേശങ്ങളിലാണ് പോളിംഗ് സ്റ്റേഷനുകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ആകെ 45,341 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ 3.75 കോടിയിലധികം വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നോ പാർക്ക് വികസനത്തിന് 850 കോടിയുടെ വിദേശ നിക്ഷേപ കരാർ. ടെക്നോ പാർക്ക് ഫേസ് 3-യിൽ 1 മില്യൺ ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരട്ട ടവർ IT ക്യാമ്പസ് വികസിപ്പിക്കുന്നതിനായി ദുബായ് ആസ്ഥാനമായുള്ള അൽ മർസൂഖി ഹോൾഡിംഗ്സ് FZCയുമായി സംസ്ഥാന സർക്കാർ 850 കോടി രൂപയുടെ വിദേശ നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചു. 21 നിലകളുള്ള ഈ ടവറുകൾ 10,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ പദ്ധതി ലീഡ് പ്ലാറ്റിനം ഗ്രീൻ ബിൽഡിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നിർമ്മിക്കുക. സർക്കാർ ആശുപത്രികളിൽ 202 പുതിയ ഡോക്ടർ തസ്തികകൾക്ക് മന്ത്രിസഭ അംഗീകാരം. പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടേത് അടക്കം 202 പുതിയ മെഡിക്കൽ തസ്തികകൾ സൃഷ്ടിക്കാൻ കേരള മന്ത്രിസഭ അനുമതി നൽകി. കാസർഗോഡ്, വയനാട് ജില്ലകൾക്ക് തസ്തികകൾ അനുവദിക്കുന്നതിൽ മുൻഗണന നൽകും. എളങ്കുന്നപ്പുഴ സർക്കാർ കോളേജ് വികസനത്തിന് 9.31 കോടി രൂപ അനുവദിച്ചു. കൊച്ചിയിലെ എളങ്കുന്നപ്പുഴ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വികസിപ്പിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചു. നിലവിൽ 1 ഏക്കറിൽ താഴെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കോളേജിന് 2.36 ഏക്കർ അധിക ഭൂമിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 6 കോടി രൂപയും ലഭിക്കും. വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ കോടതിയെ സമീപിക്കാൻ കേരളം. വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ സംസ്ഥാനം നിയമപരമായി കോടതിയെ സമീപിക്കും. 2002-ലെ പട്ടിക അടിസ്ഥാന ഡാറ്റയായി ഉപയോഗിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഈ നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. തിരുവനന്തപുരം നേമത്ത് പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സ് പദ്ധതിയുടെ ഭാഗമായി നേമം നിയോജക മണ്ഡലത്തിൽ 15 കോടി രൂപയുടെ ITI കെട്ടിടം, ചാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക്, റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബിനാലയ്ക്ക് മുന്നോടിയായി അടിസ്ഥാന സൗകര്യ വികസനം. കൊച്ചി മുസിരീസ് ബിനാലെ മുന്നോടിയായി ഫോർട്ട് കൊച്ചിയിലെ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ 3.22 കോടി രൂപ അനുവദിച്ചു. വോട്ടർ പട്ടികയിലെ വിവാദം ബീഹാറിൽ BJPക്ക് കടുത്ത വെല്ലുവിളി. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP കടുത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ 74 ദശലക്ഷം വോട്ടർമാരിൽ ഏകദേശം 10% പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്ന റിപ്പോർട്ടുകളാണ് BJPയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഈ നീക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രധാനമായും ബാധിച്ചെന്നാണ് വിമർശകരുടെ ആരോപണം. വാർത്ത തുടരും. സൈനിങ് ഓഫ്.